നമസ്കാരം. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. ശ്രീനാരായണ ഗുരു എന്ന മഹത്തായ വ്യക്തിത്വത്തെ നമ്മൾ കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സാധാരണയായി നമ്മൾ വരുത്തി പോരുന്ന ഒരു തെറ്റിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു കുറവിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് രണ്ട് തലങ്ങളിൽ വിലയിരുത്താൻ കഴിയും. ഒന്ന്, തത്വജ്ഞാനപരമായ തലത്തിൽ, അറിവിൻ്റെ തലത്തിൽ അദ്ദേഹം അദ്വൈത തത്വത്തിൽ ഉറച്ചു നിന്ന തൻ്റെ കൃതികളിലൂടെ അദ്വൈത തത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ അവയിലുടനീളം അദ്വൈത തത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആശയവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആശയവും ശരിക്ക് അദ്വൈത തത്വമാണ്. ദ്വൈതം ഇല്ല, അദ്വൈതം. ദ ഗ്രേറ്റസ്റ്റ് ഐഡിയ ഓഫ് യൂണിറ്റി, അതാണ് അദ്വൈത തത്വം. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പല കൃതികളുമുണ്ട്. അതിൽ ജനനീ നവരത്നമഞ്ജരി ഉണ്ട്. അതിൽ ചില ശ്ലോകങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം, കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം. വ്യക്തമായിട്ട് അദ്വൈത വേദാന്ത ദർശനമാണ് അതിൽ പറയുന്നത്. പിന്നീട് ദൈവദശകം എന്ന വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രയർ സോങ് ആണ്. അതിൽ എത്ര സിമ്പിളായിട്ടാണ് മഹത്തായൊരു തത്വം എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നോക്കൂ. ചെറിയ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന രീതിയിൽ, എന്നാൽ അതേസമയം ഗഹനമായ തത്വമുള്ള ഒരു ശ്രേഷ്ഠമായ കൃതിയാണ് ദൈവദശകം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. എന്ത് നന്നായിട്ട് ആ തത്വം പറഞ്ഞിരിക്കുന്നത്. നീയല്ലോ മായയും, മായയാകുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അഭിന്നമായിട്ടുള്ള തത്വമാണ് മായ. മായാവിയും, മായയുടെ അധീശൻ, മായാധീശൻ ഭഗവാനാണ്. അത് ഇതിൻ്റെ ഗീതയിലും പലയിടത്തും പറയുന്നുണ്ട്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, മായയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവനും നീ തന്നെയാണ്. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും, മായയെ നീക്കണമെങ്കിലും നീ തന്നെയാണ് ആശ്രയം, അല്ലേ? ഗീതയിലൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. വളരെ നീക്കാൻ ബുദ്ധിമുട്ടുള്ള മായയെ മറികടക്കണമെങ്കിൽ മായാധീശനെ ആശ്രയിക്കണം. മായയോട് നേരിട്ട് നമ്മൾ പൊരുതാൻ ശ്രമിക്കരുത്. മായയുടെ തത്വം അറിയുക, മായാധീശനായ ബ്രഹ്മതത്വമായ ഭഗവാനെ ആശ്രയിക്കുക. ഇവിടെ വ്യക്തി രൂപത്തിലുള്ള ഭഗവാനെ അല്ല പറയുന്നത്, അദ്വൈത തത്വത്തിൻ്റെ തലത്തിലുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ദൈവദശകത്തിലെ, ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്ക് പോലുള്ള നിന്നിലസ്പന്ദമാകണം. നമ്മൾ ഇതത് ഇങ്ങനെ വെവ്വേറെയായിട്ട് എണ്ണുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തത്വപരമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ആ എണ്ണൽ അവസാനിച്ചു കഴിഞ്ഞാൽ അവയുടെ എല്ലാം ദൃക്സ്വരൂപമായിട്ട് നമ്മൾ തന്നെ തെളിഞ്ഞു വരും. അഹം ബ്രഹ്മാസ്മി തത്വം അനുസരിച്ച് ജീവാത്മാ പരമാത്മാ ഭേദമില്ല. അവിടെ ഹയസ്റ്റ് ഐഡിയ ഓഫ് യൂണിറ്റിയാണ് അവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വേറെ കൃതിയായ ആത്മോപദേശ ശതകത്തിൽ 100 ശ്ലോകങ്ങളിലൂടെ ഇത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ആത്മോപദേശ ശതകമൊക്കെ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു കൃതി തന്നെയാണ്. ജീവകാരുണ്യ പഞ്ചകത്തിൽ മനുഷ്യത്വത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും പറയുന്നുണ്ട്. പിണ്ടനന്ദി എന്നുള്ള പുസ്തകത്തിൽ ഓരോ മനുഷ്യനും താൻ എങ്ങനെ ഒരു ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തി അപകടങ്ങളൊന്നുമില്ലാതെ എന്ന് സ്വയം ആലോചിക്കുകയും അതിന് പരമപിതാവിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. പരമപിതാവ് എന്ന് പറയുമ്പോൾ ഒരു സെമറ്റിക് കൺസെപ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ശ്ലോകമൊക്കെ വായിച്ചു നോക്കിയാൽ ആ ഒരു കൃതിയൊക്കെ വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അദ്വൈത തലത്തിലുള്ള അറിവുള്ള അദ്വൈതത്തിൻ്റെ ഒരു വക്താവായ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ പലപ്പോഴും വേണ്ടത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ മറന്നു കളയുന്നു എന്നൊരു തോന്നലുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു തലമാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ തൻ്റെ മഹത്തായ അറിവ് ഉപയോഗിച്ച്, ഗ്രേറ്റ് യൂണിഫിക്കേഷൻ അറിവ് ഉപയോഗിച്ച് അന്നത്തെ സമൂഹത്തിൽ ഇന്നും കുറേ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ജാതി വ്യവസ്ഥ എന്നുള്ളത് ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു വലിയൊരു ശാപമാണ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും എടുക്കുമ്പോൾ ഡിമെറിറ്റ്സിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഒന്നാമത് വരുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അദ്വൈതത്തിൻ്റെ വക്താക്കളായവർ എങ്ങനെയൊക്കെയോ മധ്യകാലഘട്ടത്തിൽ പലതരം ദുസ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയും ഇത്തരത്തിലുള്ള നീചമായ സിസ്റ്റങ്ങൾ പിന്തുടരാൻ കാരണമാവുകയും ചെയ്തു. ആ തെറ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അക്നോളജിങ് ദ ഷാഡോസ് എന്നുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയുന്നുള്ള പോലെ നമ്മൾ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ജാതി ചിന്ത എന്നതൊരു ഹീനമായ സിസ്റ്റം തന്നെയാണ്. അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ നടക്കുന്ന റിസർവേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേറൊരു വിഷയം. പക്ഷേ തീർച്ചയായിട്ടും ഈ ജാതി ചിന്തയ്ക്കെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് വളരെയധികം കൂടുതലായിരുന്നു താനും. അപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ സംഭാവനകൾ തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനമാണ്.
ആ അറിവിൻ്റെ തലത്തിലും പ്രവൃത്തിയുടെ തലത്തിലും അദ്ദേഹം പുലർത്തിയ ശ്രേഷ്ഠത, മഹത്തായ അറിവ് ഉണ്ടായിരിക്കുകയും അതേസമയം ആ അറിവ് സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക വഴി അതിൻ്റെ എനാക്ഷൻ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ മാത്രമായി അദ്ദേഹത്തെ നമ്മൾ ഒതുക്കി നിർത്തുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും. തീർച്ചയായിട്ടും ഈ ലെവലിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, പക്ഷേ ഫസ്റ്റ് ലെവലിനെ നമ്മൾ മറക്കാൻ ഇടയാവരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അന്നും ഇന്നും ഇനി എന്നും പ്രസക്തി ഉണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം അത് മാത്രമല്ല. ഓക്കെ, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറയുന്ന അദ്വൈതത്വം പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ പിക്ചർ മനസ്സിലാക്കുക. ഒരു വലിയ വ്യക്തിത്വത്തെ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വിലയിരുത്തിയാൽ അന്ധർ ആനയെ കാണാൻ പോലത്തെ അവസ്ഥ വരും. ആന അങ്ങനെയാണ്, ആന ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കും. അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ ഭാഗം മനസ്സിലാക്കാം, പക്ഷേ ഇത് ഹോൾ പിക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മഹത്വം പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല, ജാതി വ്യവസ്ഥയാണെങ്കിലും ഏത് തരത്തിലുള്ള ഉച്ചനീചത്വമാണെങ്കിലും പല ലെവലിൽ നമുക്കതിനെ മറികടക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ഏറ്റവും ക്രൂഡായിട്ടുള്ള ലെവലാണ് നമ്മൾ അവിടെ തന്നെ ആ സാമൂഹ്യ പരിഷ്കരണം എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കാറുള്ളത്. അത് തീർച്ചയായിട്ടും വേണം, പക്ഷെ അവിടെ മാത്രം നിൽക്കരുത്. ബൗദ്ധികമായിട്ടും വൈകാരികമായിട്ടും ആശയപരമായിട്ടും ദ ഗ്രേറ്റ് യൂണിറ്റിയുടെ കൺസെപ്റ്റ്, ഭേദമില്ലാത്ത അവസ്ഥ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അത്രത്തോളം നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാത്തരം വേർതിരിവുകളെയും മറികടക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാത്തരം വേർതിരിവുകളെയും മറികടക്കാന്ന് വെച്ചാൽ എല്ലാവരും ഒന്നാകുന്നു എന്നുള്ളത് തന്നെയല്ല, പക്ഷേ ആരും ശ്രേഷ്ഠവും ആരും മ്ലേച്ഛവുമല്ല എന്നുള്ള ചിന്താഗതി വരും. അപ്പോൾ ഭഗവത്ഗീതയിലാണെങ്കിലും കല്ലും മൺകട്ടയും സമരീതിയിൽ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്നൊന്നല്ല, രണ്ട് മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ്. ആ ലെവലിൽ പോലും വേരിയേഷൻ ഇല്ല. മനുഷ്യരുടെ ജാതി വ്യവസ്ഥയുടെ കേസിൽ ഒരു രീതിയിലുള്ള മെറിറ്റ് ഡിമെറിറ്റ് പ്രോസസ്സുകളും ഇല്ല. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തു പറയാൻ ആഗ്രഹിച്ചത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പൂർണ്ണ വ്യക്തിത്വം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. ജാതിയുടെ ചിന്തകളിൽ നിന്ന് മോചിതരാവണം, പക്ഷെ അവിടെ നിൽക്കരുത്. അതോടൊപ്പം അദ്വൈത തത്വത്തിലേക്ക് കുറെയെങ്കിലും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, ജയന്തി ദിവസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നീതി എന്നുള്ള വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും. ഇത് ശ്രീനാരായണ ഗുരു ജയന്തി സമാധിയൊക്കെ വരുമ്പോൾ മുമ്പ് പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്, നീണ്ടു പോയതാണ്. ഇത്തവണയെങ്കിലും ശ്രദ്ധിക്കുക. ഡോണ്ട് റെസ്ട്രിക്ട് ഹിം ടു എ സിംഗിൾ പോയിന്റ്. Appreciate the whole picture. Then only we will understand the full greatness of the great man. Thank you.